ഇതുപോലൊരു പിറന്നാൾ സദ്യ ഞാൻ എന്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. അമ്മയുടെ പായസം ഒരു രക്ഷയില്ല, എന്തൊരു ടേസ്റ്റാ. അമ്മയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും അതിനൊക്കെ നല്ല രുചിയാണ്. അതുകൊണ്ടല്ലേ പഴങ്കഞ്ഞിക്കട ഇത്ര പെട്ടെന്ന് ഹിറ്റ് ആയത്. അല്ല, അതിന്റെ കാര്യം എന്തായി? കട വീണ്ടും തുടങ്ങണ്ടേ? തുടങ്ങാൻ ഞങ്ങൾ പറഞ്ഞതാ, പക്ഷേ ആന്റി സമ്മതിക്കുന്നില്ല. അമ്മേ, കട തുടങ്ങാതിരിക്കുന്നത് നമ്മൾ തോറ്റുപോയതിന് തുല്യമല്ലേ? നമ്മുടെ ലൈസൻസ് റദ്ദാക്കിയതെല്ലാം തിരിച്ചു തരാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. പിന്നെന്താ? എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷേ അമ്മയ്ക്ക് താല്പര്യമില്ല. അതല്ല മോളെ, ആഹാരം നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നതല്ലോ, മനസ്സ് നിറഞ്ഞുണ്ടാക്കുന്നതാ. ഞാനുണ്ടാക്കിയ പഴങ്കഞ്ഞി കുടിച്ച് ഒരാൾ മരിച്ചു. അന്നത്തെ ബഹളവും പോലീസും കോടതിയും ഒന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ അമ്മ ഈ വീട്ടിൽ പഴങ്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം എനിക്കുണ്ടാക്കി തരണം. മോള് പറഞ്ഞാ മതി, അമ്മ എപ്പ വേണമെങ്കിലും റെഡിയാക്കി തരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. മോളെ, എന്തൊക്കെ തന്നാലും മോളോടുള്ള കടം വിട്ട് ഈ ജന്മത്തിൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇപ്പൊ ഈ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിനെല്ലാം കാരണം മോള്. ദൈവത്തെ പോലെ മോള് ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചത്. ആ കട ഞങ്ങൾ എങ്ങനെയാ വീട്ട്? അമ്മ സെൻഡി ആയല്ലോ. എന്ന് ശരിയമ്മേ, പിന്നെ കാണാം. സച്ചി, പോവാം. പോട്ടെ. ശരി. കേട്ടില്ലേ? എസ്പിയാ നിന്നെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന്. നിന്നോട് എല്ലാവർക്കും വലിയ സ്നേഹമാണല്ലോ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അപ്പൊ നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയാം അല്ലടി? പ്രഭേ, നീ പറഞ്ഞ ക്ലബിലൊക്കെ ഞാൻ അന്വേഷിച്ചു. നീ അവിടെ പോയിട്ടില്ല. കള്ളം പറയുമ്പോ നോക്കിയൊക്കെ പറയണ്ടേ? പറയടി, ഇതിലെ ആദ്യത്തെ ബുള്ളറ്റ് എന്ത് ചെയ്തു? ഇതിലെ ബുള്ളറ്റ് കൊണ്ട് നീ ആരെയാ തീർത്തത്? ഒരസ്ഥികൂടം കണ്ടെത്തിയ കഥ ഞാനും കേട്ടു. നിന്റെ കാണാതെ പോയൊരമ്മാവന്റെ. ആ അസ്ഥികൂടത്തിന്റെ കൈപ്പത്തിയിലും ഒരു ബുള്ളറ്റ് തറച്ചിരുന്നു അല്ലേ? ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പൊ അറിയാം അത് തന്നെയാണോ ഇതെന്ന്. എനിക്കറിയില്ല ഇതൊന്നും. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഒരു ബുള്ളറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. താൻ എന്തായി കാണിച്ചേ? തന്നോട് ഇവർ അറസ്റ്റ് ചെയ്യാൻ ആരാ പറഞ്ഞത്? സർ, അത് പിന്നെ കളക്ടറുടെ ഉത്തരവ് SP പ്രത്യേകം വിളിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഹാൻഡ് കഫിന്റെ കീയോടെ സർ, അത് പോയി എടുത്തോണ്ടാ. ശരി സർ. സോറി മാഡം, ഞാനിത് അറിഞ്ഞിരുന്നില്ല.
കളക്ടർ എസ് പിയും സ്കൂളിലെ പ്രശ്നത്തിൽ ഇടപെട്ടു. അതാ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത്. ദയവേത് എന്നെ റിമാൻഡ് ചെയ്യരുത്. മേഡം, ഇതെനിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. കളക്ടർ എസ് പി ഒക്കെ ഇടപെട്ട സ്ഥിതിക്ക് അതൊന്നും എനിക്കറിയണ്ട. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാജീവ് ചെയ്യണം. ആർക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം. എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. രാജീവിന് എന്ത് വേണമെന്ന് രാജീവ് പറഞ്ഞാൽ മതി. പ്ലീസ് രാജീവ്, എന്നെ രക്ഷിക്കണം. നമ്മൾ തമ്മിലുണ്ടായിരുന്ന സൗഹൃദവും ഈ എഗ്രിമെന്റും എല്ലാം ഇനി ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാ. സർ. തമ്പയ്യോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ വിളിച്ചോളാം. ശരി സർ. മേഡം, ബുദ്ധിയുള്ളവനും പണമുള്ളവനും അധികാരമുള്ളവനെ കൂടെ നിർത്തും. മേഡം അത് ചെയ്തില്ല. ഐ എം സോറി രാജീവ്. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കണം. ഇതിനകത്തിരുന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മേഡത്തിന് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാജീവ് പറയേ. കളക്ടറോട് എസ് പിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും.